വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഡീജനറസി ഇതും കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പഠിക്കാൻ. വാട്ട് ഈസ് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം? ദ ടോട്ടൽ അലോക്കേഷൻ, നമുക്ക് അലോക്കേഷൻ വരുമല്ലോ, ഓരോ സെല്ലിലും കൊണ്ടുപോയി നമ്മളിങ്ങനെ കൊടുക്കാറില്ലേ. ആ ടോട്ടൽ അലോക്കേഷൻ ഷുഡ് ബി ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും അതേപോലെ തന്നെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും. അപ്പം നമുക്കൊരു 3 കോളവും 3 ഇതുമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 3 + 3 6 6 - 1 5 അലോക്കേഷൻസ് ആണ് ടോട്ടൽ വരാൻ പാടുള്ളൂ. അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഡീജനറസി ഉണ്ട് എന്ന് പറയും. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. നേരത്തെ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് എടുത്തിട്ട് നോർത്ത് വെസ്റ്റിൽ ചെയ്തു നോക്കട്ടെ. ഡീജനറസി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 8 5 10. ഓക്കെ, 3 7 4 2 4 6. ഇവിടെ ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. സപ്ലൈ കൊടുക്കുന്നത് 10 20 15. ഇവിടെ ഞാൻ ഡിമാൻഡ് കൊടുക്കുന്നു 20 10 15. ഇവിടെ നമ്മുടെ ഒറിജിൻ O1 O2 O3. ഇവിടെ D1 D2 D3. അപ്പം ഞാൻ ഡിമാൻഡും ആൻസർ ചെയ്യാൻ പോവാണേ. സൊല്യൂഷൻ കാണാൻ പോകുന്നു. ഡിമാൻഡിൻ്റെ ടോട്ടൽ എടുത്തു. ഡിമാൻഡിൻ്റെ ടോട്ടൽ എത്രയാണ്? 20 + 10 + 15 ആണ് 45. ഡിമാൻഡ് സപ്ലൈയുടെ ടോട്ടൽ 10 + 20 + 15 അപ്പോൾ 45. നോക്കണേ, എക്സാമിന് ചിലപ്പോൾ ഈ സപ്ലൈ ഒക്കെ ഇങ്ങനെ ബോക്സിൻ്റെ ഉള്ളിൽ തരും. നിങ്ങൾ അതിനെ എടുത്തിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് ബോക്സിൻ്റെ പുറത്തേക്ക് ഇട്ടാലാണ് നിങ്ങൾക്കത് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ രണ്ടും സെയിം ആണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വരയ്ക്കുന്നു. ഇവിടെ ഡിമാൻഡ് D1 D2 D3, ഇത് സപ്ലൈ. അപ്പോൾ നമ്മുടെ ബോക്സ് ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ ബോക്സ് ഉണ്ടാവുക. ഓക്കെ, 8 5 10. ഇത് 20 10 4 7 3 2 4 6 10 20 15. This is also 15. So നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ പ്രോബ്ലം ചെയ്യാം നമുക്ക്. 8ലാണ് ഫസ്റ്റ് ലൊക്കേഷൻ കൊടുക്കുന്നത്. ഇത് 10ഉം ഇത് 20യുമാണ്. നമ്മൾ 10 കൊടുത്തു, 10 0 ആയി, 20 എന്തായി മാറി? 10 ആയി മാറി. ഓക്കെ, അപ്പം നമ്മൾ ഈ 0 ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 20 ആണ്. സോ നമുക്ക് 10 കൊടുക്കാം വീണ്ടും ഇവിടെ. അപ്പോൾ ഈ 10 0 ആവും, ഈ 20 10 ആയി മാറും. ഓക്കെ, ഇത് എക്സോസ്റ്റഡ് ആയി ഇവിടെ വന്നു. ഇനി നമുക്ക് 7 ആണ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ. 10ഉം 10ഉം ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും 10 കൊടുത്തു. അപ്പോൾ ഇത് ഈ 10 0 ആയി, ഈ 10ഉം 0 ആയി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടും സ്ട്രൈക്ക് ചെയ്യാം. 6 ആണ്. ഇവിടെയും 15 ആണ്, ഇവിടെയും 15 ആണ്. അപ്പോൾ ഇവിടെ 15 കൊടുത്തു, ഇതും 0 ആയി, ഈ 15ഉം 0 ആയി. അപ്പം നമ്മുടെ എല്ലാ സെൽസും കട്ടായി. നമ്മുടെ ടോട്ടൽ അലോക്കേഷൻ ഒന്ന് നോക്കി നോക്കൂ. ടോട്ടൽ അലോക്കേഷൻ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4. 4 അലോക്കേഷൻസേ ഉള്ളൂ, 4 അലോക്കേഷൻസേ ഉള്ളൂ. ശരിക്കും M + N - 1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റോസ് പ്ലസ് നമ്പർ ഓഫ് കോളംസ്. 3 ഈ റോ എടുക്കില്ല കേട്ടോ, ഡിമാൻഡും സപ്ലൈയും. 3 ഫാക്ടറിയും 3 ഡെസ്റ്റിനേഷനും -1. ഓക്കെ, അപ്പോൾ 3 + 3 6 - 1 5. പക്ഷേ അലോക്കേഷൻസ് എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. സോ ദർ ഈസ് ഡീജനറസി. ഡീജനറസി ഇൻ ദി
പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്താ ഡീജനറസി എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സോ ദിസ് ഈസ് എൻ എൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. വി ഹാവ് സ്റ്റഡീഡ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ പഠിച്ചിട്ടുണ്ട്, വാം പഠിച്ചിട്ടുണ്ട്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും നമ്മൾ നോക്കിയിട്ടുണ്ട്, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നോക്കി, അതേപോലെ ഡീജനറസിയും കഴിഞ്ഞു. സോ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ എൻഡാണിത്. ഓക്കെ, സോ മറക്കരുത്, പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടു ഇങ്ങനെ പോകരുത്, ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് സമയം കണ്ടെത്തുമ്പോൾ വീഡിയോ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ഈ ഓപ്പറേഷൻ റിസർച്ച്, മാനേജ്മെൻറ്റ് സയൻസ്, ഡിസിഷൻ സയൻസ്, ഇതൊക്കെ കുറേ പേർക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളുടെയൊക്കെ ആരെങ്കിലും MBAക്കോ അല്ലെങ്കിൽ MCOMനോ ഏതെങ്കിലും സ്ട്രീമിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, CAയോ CMAക്കോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആണിത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആവശ്യം വരും. അവർക്ക് ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പോവും, ഓപ്റ്റിമാലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഗ്രാജുവേഷൻ ലെവലിൽ BBAയിൽ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റിംഗ് ഇല്ല. സോ താങ്ക് യു, ബി വിത്ത് മീ. നമ്മളിനി എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടി എന്നോട്, നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുമോ എന്ന്. സോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് ആയിരിക്കും. ഓക്കെ, ബൈ.